അൻസിക, ഒരു പെണ്ണ് സഹിക്കാൻ പറ്റാത്ത കാര്യം നിങ്ങൾ എന്റെ അടുത്ത് ചെയ്ത. ഞാനെന്തോ ചെയ്ത്? എന്റെ ബർത്ത്ഡേ ആയിട്ട് 12 മണിക്ക് വിഷ് ചെയ്യേണ്ട നിങ്ങൾ 12 മണി കഴിഞ്ഞിട്ടാ വിഷ് ചെയ്ത. ഒരു മിനിറ്റിൽ ലേറ്റ് ആവുള്ളി. ആ ഒരു മിനിറ്റിൽ എന്നെ ആരൊക്കെ വിഷ് ചെയ്തെന്നറിയോ? പരിചയമില്ലാത്തവര് വരെ വന്ന് എന്നെ വിഷ് ചെയ്തിട്ട് പോയി. എന്നാ നമുക്ക് പുറത്ത് ഫുഡ് കഴിച്ചിട്ട് വരാം. ഓ, എന്റെ മനസ്സ് നിറഞ്ഞിരിക്കും അൻസിക. ഇനിയിപ്പൊ വയറും കൂടെ നിറയ്ക്കാൻ എനിക്ക് വയ്യ. എന്നാ പാഴ്സൽ വാങ്ങിച്ചേർട്ടെ. വേണ്ട. നിന്റെ വിഷമം മാറാൻ നീ എന്നെ നടിക്കുക, അല്ലെങ്കിൽ വഴക്കെങ്കിലും പറ. കുഴപ്പമില്ല അൻസിക, നിങ്ങളുടെ ലൈഫിൽ ഞാൻ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തോണ്ടായിരിക്കുമല്ലോ നിങ്ങൾ എന്നെ വിഷ് ചെയ്യാൻ പറഞ്ഞത്. ഇനിയിപ്പൊ അടുത്ത വർഷം ഞാൻ ജീവനോടുണ്ടെങ്കിൽ എന്നെ വിഷ് ചെയ്താൽ മതി. എന്നാ അകത്ത് പോയി പായസം കുടിച്ചാലോ? എന്തിനാ ഇങ്ങനെ ഒരു ആഘോഷം? ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്നും ഇവിടെ ഉണ്ടാക്കണ്ടാണ്. നിങ്ങളുടെ വായിന്ന് വരുന്ന ഒരു വിഷ് അല്ലായിരുന്നു അൻസിക എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. സ്നേഹ എന്റെ ഗിഫ്റ്റ് എനിക്ക് വേണ്ട. അല്ലെങ്കിൽ ഒന്ന് നോക്കട്ടെ. അയ്യോ, ഡ്രസ് പച്ച ചോപ്പ് ഇതിൽ ഏതിട്ടോണ്ടാ നമ്മൾ പുറത്തുപോയി ഫുഡ് കഴിക്കണ്ട? അല്ലെങ്കിൽ വേണ്ട, അമ്മ ഫുഡ് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നു, നമുക്കത് തിന്നിട്ട് പുറത്തു പോവാം. ഒന്നും ഉണ്ടാക്കില്ലാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞില്ലേ അൻസിക, ഒന്നും മനസ്സിൽ വെച്ചേക്കില്ല. ഞാൻ ദേഷ്യം വന്നപ്പം പറഞ്ഞതാ. ബർത്ത്ഡേ വിഷ് അതൊക്കെ എല്ലാ വർഷവും വരുന്നതല്ലേ. വാ ഇങ്ങോട്ട്.